നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ വണ്ടി നമ്മുടെ കോളിസ് ഒരു 90% പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു കിട്ടി. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മുണ്ടക്കയത്താണ്. അപ്പോൾ ഇത് മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അവർ നമ്മളോട് മുണ്ടക്കയത്ത് കൊണ്ടുപോയി പെയിൻറ്റൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ചിലപ്പം വണ്ടി അവരെടുക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, വണ്ടി ഉപയോഗിച്ചോ കുഴപ്പമൊന്നുമില്ല, എപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തിരിച്ചു തരണം. അങ്ങനെ പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൂ. 10-12 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി ആയതുകൊണ്ടല്ലേ. പിന്നെ യാത്രയ്ക്ക് ഇത്രയും സുഖമുള്ള വണ്ടി വേറെ ഇല്ല. അത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ്. അമ്മയ്ക്കും എല്ലാവർക്കും. ആരും വിഷമിക്കണ്ട, നമുക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. പണിയൊക്കെ തീർത്തിട്ട് യാത്ര ചെയ്യുന്ന വേറെ എത്ര നല്ല വണ്ടിയാന്ന് പറഞ്ഞാലും അതെയല്ലേ, അത് ഇതേ ഇരുന്ന് ആ സുഖം അങ്ങ് പഠിച്ചു. അതാണ്. അപ്പോൾ 2 വണ്ടിയും ഇപ്പം ഇവിടെ കിടപ്പുണ്ട്. ഇനി ഒരു വണ്ടി ഇന്ന് വൈകിട്ട് അങ്ങ് കൊണ്ടുപോകും. ചെറിയ ചാറ്റ മഴയൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാമുകളൊക്കെ? കുറെ കാലം കൂടി കഴിഞ്ഞ് കയറിയതുകൊണ്ട് അല്ല, ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് എപ്പോഴും നല്ല ഹൈറ്റിലല്ലേ ഇരിക്കുന്നത്, സീറ്റിംഗ് ഒക്കെ. ബോണ്ട് ഇതേലാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് എല്ലാം മൊത്തം കാണാം. ഇതേ ഇരുന്നാൽ കാണത്തില്ലല്ലോ. അതല്ലേ. അപ്പൊ കുഞ്ഞി എല്ലാം ഒന്ന് തൂത്തുടച്ച് കഴുകി എല്ലാം റെഡിയാക്കി വൃത്തിയാക്കിയത് കേട്ടോ. സെറ്റാക്കി. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഓടിച്ചു നടന്ന വണ്ടിയായിരുന്നു. 10 വർഷം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് 1 വർഷം മുന്നേ എടുത്ത വണ്ടി ഇപ്പം 2026 ആയില്ലേ. 2016 കൈ കിട്ടിയ വണ്ടിയാണ്. 16 കൈ കിട്ടി 26 വർഷം, 10 വർഷം, 26 വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതും കൊണ്ട് പോകാത്ത സ്ഥലമൊന്നുമില്ല. അല്ല, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ സ്വന്തം സഹചാരിയായിട്ട് ഇതിലെല്ലാം നമ്മളെ കൊണ്ട് നടന്ന വണ്ടിയാണ്. 2 തവണ എന്തോ വണ്ടി മാറ്റി എടുത്തോണ്ട് പോയിട്ടുള്ളൂ, ബാക്കി എല്ലാം ഇതും കൊണ്ടല്ലേ പോയത്. എവിടെ പോയാലും ഇതുകൊണ്ട് തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. കൊടുക്കണ്ടെന്ന് പറഞ്ഞതാണ്. കൊടുത്തല്ല, പിന്നെ കുറച്ച് നാൾ ഉപയോഗിക്കാൻ കൊടുക്കുന്നുള്ളൂ. തിരിച്ച് നമുക്ക് തന്നെ തരും, വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കസിനാണല്ലോ എടുക്കുന്നത്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അത് കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തോണ്ട് പോകാം. ഓടിക്കാല്ലോ, നമുക്ക് എടുത്തോണ്ട് പോവാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഓടിക്കാൻ പഠിച്ച വണ്ടിയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. എല്ലാരും അപ്പം കുഴപ്പമില്ല. ആടെ എല്ലാരും കഴുകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണോ? ക്ലീൻ ആക്കാനുള്ള പരിപാടിയില്ല. അങ്ങനല്ല, അതിപ്പോ നമുക്ക് പോകുമ്പോ ഇനി ചിലപ്പോ എടുക്കത്തില്ല, പിന്നെ എന്തുവാ കോരത്തോട്ടേ കൂടെ പോകുമ്പോ എടുക്കാം. ഇവിടുത്തെ ഇനിയിപ്പോ നമ്മള് അവരുമായിട്ടുള്ള എഗ്രിമെന്റിൽ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വണ്ടി കൊണ്ടുപോകുമ്പോ തിരിച്ച് നമുക്ക് തന്നെ തരണം, അത്രേ ഉള്ളൂ കേട്ടോ. ശരി. ഇത് നമ്മുടെ ന്യൂ മെമ്പർ അദ്വൈത്, ഹെൽപ്പർ കം ഡ്രൈവർ കം ഓൾ ഇൻ ഓൾ. നമുക്ക് ആദ്യം മണ്ടേന്ന് അടിച്ചുകൂടാല്ലേ. ഇതിന്റെ സാധനങ്ങളൊന്നും നമ്മള് ചോദിച്ചെടുത്ത് സെക്കൻഡ് ചോദിച്ചെടുത്ത് എല്ലാം പുത്ത സാധനം, ബ്രാൻഡ് ന്യൂ, എല്ലാം പുതിയതാ വാങ്ങിച്ചേക്കുന്നത്. മൊത്തം എല്ലാം കൊണ്ടുവന്ന് ഒന്നും ചേരുവല്ലായിരുന്നു. റേഡിയേറ്റർ കൊണ്ടുവന്ന്, അത് റേഡിയേറ്റർ കുഴപ്പമില്ലായിരുന്നു. AC കണ്ടൻസർ വ്യത്യാസം ഉണ്ടായിരുന്നു, AC-യുടെ കണ്ടൻസർ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന്റെ ഫാൻ കിട്ടിയില്ല. പിന്നെ ബോണറ്റ് കുറെ സെക്കൻഡ് നോക്കി എല്ലാം തുരുമ്പെടുത്തതും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ബോണറ്റ് പുതിയത് വാങ്ങിച്ചു, ഫെൻഡർ ബമ്പർ എല്ലാ സാധനവും പുതിയതാണ്. ക്രോസ് ബമ്പർ വരെ അടിയിലത്തെ പുതിയതാ വെച്ചേക്കുന്നത്. പിന്നെ ആകെപ്പാടെ ഇനിയിപ്പോ ഗ്രില്ലും ഫോഗ് ലാമ്പും കൂടെ കിട്ടാൻ. ഗ്രില്ല് നമ്മൾ ഇതിന്റെ ക്രോം കളർ വേണം. ക്രോം അത് വന്നില്ല, വന്നത് ബ്ലാക്ക് ആയിരുന്നു. ഇനി പിന്നെ ബോണറ്റിന്റെ ഇവിടെ വരുന്ന ഒരു പീസ്, ഇവിടെ ഒരു ക്രോം പീസ് ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ഏതാണ്ട് ഒരു പരുവത്തിലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയും പെയിന്റിങ്, പിന്നെ AC-യുടെ ഗ്യാസ് നിറയ്ക്കണം, കുറച്ച് വർക്കുകളുണ്ട്. പിന്നെ ഈ പവർ വിൻഡോ എല്ലാം സ്റ്റക്ക് ആയിട്ടിരിക്കുക, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കണം. അതാ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ് ആയി. ഓക്കെ, മണ്ടേ സോപ്പ് അടിക്കാൻ പോകണം. യെസ്, മണ്ടേന്ന് അടിച്ചു തുടങ്ങും. ഫുള്ള് ഫോം അടിച്ചിട്ട് തൂത്ത് വെള്ളം ഒഴിച്ചു വിടാം, കുളിപ്പിച്ച് ഒരു സൈഡിൽ വെള്ളം അടിക്കുന്നു, ഒരു സൈഡിൽ സോപ്പ് അടിക്കുന്നു, നീ തൂത്ത് തുടയ്ക്കുന്നു. അതെ, ഞാൻ ഇനി അകത്തോട്ട് പോവാ, നീ ഇന്റീരിയർ പണിയിലിട്ട് കയറുക.
അപ്പം ഞാൻ ഒരു കപ്പിൽ കുറച്ച് സോപ്പും തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. അതെ, അവർ പുറത്തിരുന്ന് തുടയ്ക്കുന്നു. ഇനി ഇവിടെ തുടങ്ങാം. അപ്പോൾ ഉദ്ദേശിച്ച പോലല്ല, അകത്ത് നല്ല പൂപ്പല, സീറ്റേലും എല്ലാം പൊടിയും ചെളിയും. പിന്നെ നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. ക്ലീനാക്കാം. സോപ്പുള്ള ഇത് ഇങ്ങനെ കുറേ തവണ എടുത്ത് നല്ലപോലെ ക്ലീനാക്കാം. നമ്മുടെ സീറ്റെല്ലാം തുടച്ച് സെറ്റാക്കി. ഇനി നമുക്ക് ഡാഷ്ബോർഡ്, സ്റ്റിയറിങ് എല്ലാം കൂടി സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ സീറ്റും ഡാഷ്ബോർഡും സ്റ്റിയറിങ്ങും എല്ലാം തുടച്ച് സെറ്റാക്കി. ഇനി എന്നാന്ന് പോയി ചോദിക്കട്ടെ. നമ്മുടെ ഇന്റീരിയർ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ പുറത്ത് തന്നെ എന്ന് പോയി നോക്കാം. നിങ്ങൾ ബാക്കിയെല്ലാം കഴുകി കഴിഞ്ഞോ? നീ അലോയി ഫുള്ള് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനായി. നമുക്ക് കൊടുക്കുന്നതിന് മുന്നേ 1-2 ഫോട്ടോയും കൂടെ എടുക്കാം. ഇപ്പം രണ്ടും കൂടി നമുക്ക് ഫോട്ടോ എടുക്കാൻ വെട്ടോ അവിടുന്ന. നമുക്ക് വണ്ടി കൊണ്ടുപോയി തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിടാം. ഞങ്ങൾ ഇതേരും അവരതേരും കുറച്ച് വീഡിയോ എടുക്കാം. താഴെ പോയി നമ്മൾ താഴോട്ട് പോവാം കുറച്ച് വീഡിയോ എടുക്കാൻ. നമ്മൾ നല്ലപോലെ കഴുകി സെറ്റ് ചെയ്ത് റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി കൊണ്ടുവരാൻ വരുന്നവരെവിടായി? ഒരു കട്ടപ്പനയായി കൊണ്ടുപോകാനായിട്ട് വരുന്നവർ. അപ്പോഴത്തേനും കൊണ്ടു. അതെ, അവരിനെ കൊണ്ട് നല്ലപോലെ റെഡി ആക്കിയിട്ട് തിരിച്ച് തരും. പണിത് സെറ്റാക്കിയിട്ട് ഇന്നല്ല ഒരു 1-2 മാസം മാക്സ്. അതിനുള്ളിൽ നമ്മൾ തിരിച്ചെടുക്കണം. എടുക്കണം. തന്ന ഓക്കെ, കൊള്ളാം. അങ്ങനെ നമ്മുടെ കോളീസ് അവർ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. കോരത്തോട്ടിലേക്ക് വീണ്ടും പോകുന്ന വണ്ടി. അവർ വന്ന് വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ പുറകെ വർക്ക്ഷോപ്പിൽ വരെ പോകുന്നതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് മാറി വെച്ച് കൊടുത്തു വിടണം. പോയിട്ട് വരാം. അല്ലേ കുഞ്ഞി? പോടെ വാ 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 വരട്ടെ. അപ്പോൾ നമ്മൾ ബാറ്ററി എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി. അവർ വന്ന വണ്ടി, നമ്മുടെ വണ്ടിയെല്ലാം നേരെ പോകുന്നു. കമ്പംമെട്ടിയിൽ നിന്ന് നേരെ കോരത്തോണ്ട് പോവാ വണ്ടി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.